അവർ മാത്സ് അക്കാദമിയിലെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാഥമിക ക്രിയകൾ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, റേഷണൽ ഓപ്പറേഷൻസ്. ഈ 4 ക്രിയകളിൽ എല്ലാ സ്റ്റുഡൻസിനും പ്രയാസം വരുന്നതാണ് വ്യവകലനവും ഹരണവും. അത് ഏത് പരീക്ഷ എഴുതുന്ന സ്റ്റുഡൻസ് ആയാലും വ്യവകലനവും ഹരണവും ടഫ് ചെയ്യുന്ന. കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതല്ല, കാൽക്കുലേറ്റർ ഇല്ലാതെയുള്ള കാര്യം പറയുന്നത്. ഇതിന് ഈ വ്യവകലനവും ഹരണവും ചെയ്യാൻ വേദിക് മാത്തമാറ്റിക്സിൽ എളുപ്പ വഴിയുണ്ട്. അത് പഠിച്ചെടുക്കാൻ കഴിഞ്ഞാൽ എളുപ്പം കഴിയും. നമുക്ക് അതാ ഇന്ന് ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ വ്യവകലനത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത്. 8, 4, 3, 1. ഇതിൽ നിന്ന് 2, 1, 3, 0 ഇതൊക്കെ കുറയ്ക്കണമെന്ന് വേഗം കഴിയും. ബോറോയിങ് വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതിപ്പോ നിങ്ങൾ 1 - 0 1, 3 - 0 4 - 1 3 6 ശരിയായി. ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ താഴെ നിന്ന് മേലോട്ട് കൂട്ടും. 1 0 1 0 3 3 3 1 4 6 2 8 ശരിയാ. അതേ സ്ഥലത്തിൽ ഇവിടെ ഇത് 9 ഇത് 9. ഇവിടെ 2 വന്നു, ഇവിടെ 6 വന്നു, ഇവിടെ ഒരു 5 വന്നു. ഈ സമയത്താണ് നമുക്ക് പ്രയാസം വരുന്നത്. നമ്മൾ സാധാരണ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുന്നത് ഇതാ, നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയാ ചെയ്യുന്നത്. ഇതിനേക്കാൾ ചെറുത് വരുമ്പോൾ പെട്ടെന്ന് കഴിയും. 9 - 2 കുറച്ചാൽ 7 ശരിയായി. 3 നിന്ന് 6 പോവില്ല. അപ്പൊ 4ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വന്നത് ഇങ്ങനെയാ. ഇവിടുന്ന് 1 വായ്പെടുത്ത് ബോറോയിങ്. അപ്പൊ ഇവിടുന്ന് ഒന്നിങ്ങോട്ട് വരുമ്പോൾ ഇത് 13 ആയി. ഇവിടുന്ന് ഒന്നിങ് എടുത്തുകൊണ്ട് 3 ആയി. ഇനി കുറക്കുന്നത് 13 6 കുറച്ചാൽ 7. ഇനി ഇപ്പുറത്തേക്ക് കിടന്ന് 3 - 5 പോവില്ല. വീണ്ടും ഇവിടുന്ന് വായ്പെടുത്ത് ഇങ്ങനെ ബോറോയിങ്ങാ 13. അപ്പൊ ഇതെന്തായി മാറി? 7 മാറി. 13 5 കുറച്ചാൽ 8. 7 2 കുറച്ചാൽ 5. ഇങ്ങനെ ചെയ്യല്. ഇത് ഒരുവിധം പ്രയാസമുള്ള സംഗതി തന്നെ. ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ കുട്ടികളിലൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല. അത് CBSE ആയാലും സ്റ്റേറ്റ് ആയാലും നമ്മൾ ചെയ്ത് നോക്കി ശരിയാണെന്ന് നോക്കാൻ 7 2 9 7 6 13 1 8 9 5 14 1 5 6 2 8. ഈ താഴേന്ന് മേലുള്ള സംഖ്യ താഴെയുള്ള സംഖ്യ കൊണ്ട് മൈനസ് ചെയ്തിട്ട് ഇത് കിട്ടിയാൽ ഇതിനോട് ഇത് കൂട്ടിയാൽ ഇത് കിട്ടും. ആ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാം, വ്യവകലനം ചെയ്യാം. പക്ഷെ അതും ആരും ചെയ്യുന്നില്ല. ഇനി ഇതിന്റെ ഷോർട്ട് കട്ടാണ് ഞാൻ പറയുന്നത്. 8 4 3 9 നിന്ന് 2 5 6 ഇത് 2569 2 5 6 എന്ന് പറയാ, മൈനസ് ചെയ്യുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ആ ബോറോയിങ് അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല. ഇത് പെട്ടെന്ന് കഴിയും. പക്ഷെ മനസ്സിലാക്കി എടുക്കണേ. ഇത് എപ്പോഴും ഇവിടെ നല്ല ക്രിയ ചെയ്യല് ഇവിടെ നിന്നാ ചെയ്യുക. നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ 9 2 കുറക്കുന്നു. 9 2 കുറക്കുമ്പോൾ എപ്പോഴും കുറക്കാനാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് 9 2 കുറച്ചും കിടുക 7 ശരിയാ. ഇനി ഇവിടെ 3 ഇവിടെ 6 ഉള്ളത്. ഇതിൽ നിന്ന് ഇത് കുറക്കുന്നില്ല. 3 4 കുറച്ചാൽ -3 എന്നല്ല, അത് വേറെ, -3 എന്നുള്ള വേറെ. അത് ഇവിടെ പറ്റൂല. ഇതിന്റെ വഴി കുറക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വായ്പ നിങ്ങൾ എടുക്കണ്ട. ചെയ്യുന്ന വഴി ഇതാണ്. ഇതിനേക്കാൾ വലുതാ എവിടെ ഇല്ലെന്ന് വെച്ചാൽ 10 6 കുറക്കുക. എപ്പോഴും 10 6 കുറക്കുക, കിട്ടുന്ന 4. ഇതിന് നിഖിലം എന്നാണ് വേദിക് മാത്സ് പറയുക. 6ന്റെ നിഖിലമാണ് 4. അബാക്കസിൽ പറയുക 6ന്റെ ബിഗ് ഫ്രണ്ട് ആണ് 4. അപ്പൊ 10 6 കുറച്ച് 4, ആ 4 3 കൂടി കൂട്ടുക 7. കുറക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുത്തിടുക. ഇവിടെ കുത്തിടുന്നതിന്റെ അർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് 5 അല്ല, ഇപ്പൊ 6 ആണ്. കുത്തിട്ട് 5 അല്ല 6. 4 6 പോവില്ല. നമ്മൾ 6ന്റെ നിഖിലം കാണുക, 6ന്റെ ബിഗ് ഫ്രണ്ട് കാണുക. 10 6 കുറച്ചാൽ 4. ആ 4ന്റെ കൂടി കുറക്കുന്ന പ്രശ്നം ഇവിടെ ഇല്ല. 10ന്
6 കുറച്ചാൽ 4 4 8. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി, അതുകൊണ്ട് ഇവിടെ ഒരു കുത്തിട്ട്. അത് കുത്തിരുന്നാലും പ്രയാസമായി തോന്നും, പക്ഷെ ഒന്നുമില്ല. ഇതിന്റെ അർത്ഥം ഇത് 3 മേലെയുള്ള 8 കൂടുതലല്ല, ഇത് ചെറുതാ. അപ്പൊ 8 3 കുറച്ചാൽ 5. ഇതാണ് വേദിക് മാത്സിലുള്ള സബ്ട്രാക്ഷൻ. പൊതുവെ എളുപ്പം തന്നെയാണ്. ഒന്നുകൂടി നമ്മൾ നോക്കുന്നത്, വായിക്കുന്നു. നമ്മളിപ്പം 87 നിന്ന് 28 കുറക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അത് കൺവെൻഷൻ മെത്തേഡ് പഠിക്കണമെന്നല്ല, 7 8 പോകൂല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വായ്പെടുത്ത്, അപ്പൊ അതിവിടെ ഇട്ട്, അപ്പൊ ഈ 8 വെട്ടി. പലരും ചെയ്യുന്നില്ലെങ്കിലും മനസ്സിൽ ഇങ്ങനെ വെട്ടുന്നുണ്ടല്ലോ 7. അപ്പൊ 17 8 കുറച്ചാൽ, കുറക്കാൻ തന്നെ പലർക്കും അറിയില്ല. 17 8 കുറക്കണം എന്നുണ്ടെങ്കിൽ 17 വര വരച്ചിട്ട് 8 വര കുറച്ചില്ല ചെയ്യുന്നത്. അപ്പൊ എന്തായാലും 17 8 കുറച്ചാൽ 17 9 8 17. പിന്നെ 7 2 കുറച്ചാൽ 5. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ പറയുന്നത് ഇങ്ങനെ ചെയ്യാനാ. ഇത് 17 87 നിന്ന് 28 കുറക്കുമ്പോൾ 7 നിന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 8ന്റെ നിഖിലം എടുക്കുന്നു. നിഖിലം ബിഗ് ഫ്രണ്ട് 10 8 കുറച്ചാൽ 2 2 7 9. ഇങ്ങനെ ഒരു നിഖിലം എടുത്തു കഴിഞ്ഞാൽ ഒരു കുത്തിട്ട് 8 3 കുറച്ചാൽ 5. ഇതാണ് സുഖം. വ്യവകലനത്തിന് എന്തായാലും മറ്റതിനേക്കാൾ കോംപ്ലിക്കേഷൻ ഇല്ല, എളുപ്പമാണ്. വലിയ സംഖ്യ എടുത്തു നോക്കിയാൽ 4 3 2 5 1 3. അതാ -2 8 1 6 8 1. അതാ മൈനസ് ചെയ്യുന്നത്. കൺവെൻഷൻ മെത്തേഡ് പറയണ്ട, നമ്മൾ വേദിക് മെത്തേഡ് പറയുന്നത്, മെത്തേഡാ പറയുന്നത്. 3 ചെറുതായതിലുള്ള സംഖ്യ 3 1 കുറച്ചാൽ 2. മേലെ 1 താഴെ 8 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8ന്റെ ബിഗ് ഫ്രണ്ട് എടുക്കണം. 10 8 കുറച്ചാൽ 2 2 1 3. അപ്പൊ ഉടനെ കുത്തിട്ട് ഇത് 6 അല്ല 7. 5 7 കുറച്ചുകൂടാ. അപ്പൊ 7ന്റെ ബിഗ് ഫ്രണ്ട് എടുത്ത് നിഖിലെടുത്ത് 3 10 3 5 8. കുറക്കുന്ന സംഗതി ഇവിടെ വരുന്നില്ല. അപ്പൊ ഇവിടെ എടുത്തതുകൊണ്ട് ഇവിടെ ഇട്ട്. ഇതിപ്പം 1 അല്ല 2 2 2 കുറക്കാൻ പറ്റും 0. ഇനി 3 8 കുറച്ചുകൂടാ. ഉടനെ 8ന്റെ ഇവിടെ ഒന്നില്ല, ഇവിടെ കഴിഞ്ഞു. 8ന്റെ നിഖിലം 2 2 3 5. ഇവിടെ ഇവിടെ ഒരു കുത്തുവിട്ട് 3 8 പോകാൻ കുറക്കാൻ പറ്റാത്തതുകൊണ്ട് 8ന്റെ നിഖിലം 2 2 3 5. അങ്ങനെ എടുക്കുമ്പോൾ നിഖിലം എടുക്കുമ്പോൾ ഒരു കുത്തി ഇവിടെ ഇടണം. കുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 അല്ല 3 4 3 കുറച്ചാൽ 1. പ്രാക്ടീസ് ചെയ്താൽ ഞാൻ പറയുന്ന എളുപ്പം ഇതാണ്. 3 2 1 3 3 8 15 1 8 9 15 1 ഇത് 0 1 2 5 8 13 1 1 2 4. ആൻസർ ഇതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് സംഖ്യ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്ക് സ്വന്തമായിട്ട്. മൈനസും ചെയ്ത് നോക്ക്. കുറച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആവും. പിന്നെ ഈ വ്യവകലനം ചെയ്യേണ്ട, സബ്ട്രാക്ഷൻ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ എപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുക. 4 5 3 6 2 7 1 3 എത്ര ആയിക്കോട്ടെ സംഖ്യ ആയാലും ഇവിടെ 1 8 5 8 9 2 9 1. അതാ മൈനസ് ചെയ്യുന്ന. ഇത്ര വലിയ സംഖ്യ കുറക്കുക, ഒരു കോംപ്ലിക്കേഷൻ അവിടെ ഇല്ല. ഇത് വായ്പെടുത്ത് വെട്ടി അല്ല കൂത്തിപ്പിറക്കി എന്തെങ്കിലും ആക്കും. ഒരു വ്യവഹാരം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 5 6 ക്ലാസ്സിലുള്ള കുട്ടിയുടെ. അപ്പൊ ഇവിടെ 8 അക്കമുള്ള ഒരു സംഖ്യ, 8 അക്കമുള്ള മറ്റൊരു സംഖ്യ മൈനസ് ചെയ്യുന്ന. അതിന്റെ ഷോർട്ട് കട്ട് ഇവിടെ 7 1 വലുതാ. 7 1 കുറച്ചാൽ 6. 2 9 2 9 പെട്ടെന്ന് കുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ 9ന്റെ നിഖിലം എടുക്കുക. 10 9 കുറച്ച് 1 1 2 3. അപ്പൊ നിഖിലെടുത്ത് കഴിഞ്ഞാൽ ഒരു കുത്തിട്ട്. അപ്പൊ ഇവിടെ 2 അല്ല 3. 6 3 കുറച്ചാൽ കുറക്കാം. 6 3 കുറച്ചാൽ 3. ഇവിടെ കുത്തിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് 3 9 കുറക്കാൻ പറ്റില്ല. അപ്പൊ 9ന് നിഖിലം എടുക്കുക. 1 1 3 4. നിഖിലെടുത്തുകൊണ്ട് ഒരു കുത്തിട്ട്. ഇവിടെ 5 9 കുറക്കാൻ പറ്റില്ല. 9ന് നിഖിലെടുത്ത് 1 10 9 കുറച്ചാൽ 1 1 5 6. നിഖിലെടുത്തുകൊണ്ട് ഇവിടെ കുത്തിട്ട് 4 6. ഇനി ഇത് 6 4 6 കുറക്കാൻ പറ്റുന്നില്ല. 6ന്റെ നിഖിലെടുത്ത് 4
4 4 8 നിഖിലെടുത്തുകൊണ്ട് ഇവിടെ ഇട്ട് കുത്തിട്ട് ഇത് പെട്ടല്ല 9 9 നിഖിലം 1 10 9 കുറച്ചാൽ 1 1 2 നിഖിലെടുത്തുകൊണ്ട് ഒരു കൂടെ കുത്തിട്ട് 3 2 ഒന്നല്ല ഇത് 2 3 2 കുറച്ചാൽ എത്രയാ 1. ഇനി ശരിയാണ് നോക്കിയാൽ 6 1 7 3 9 12 1 3 4 3 4 2 6 4 9 13 1 6 7 8 15 1 8 9 5 14 1 2 3 8 11 1 1 2 3. ഇത് ഈ വ്യവകലനം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മെത്തേഡാണ് ബെസ്റ്റ്. ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ശരിയാവും. അപ്പോൾ ഇതുപോലെ വ്യവകലനം പോലെ ഹരണവും എളുപ്പത്തിൽ ഹരിക്കാൻ പറ്റും. ഹരണവും വ്യവകലനവുമാണ് ഏറ്റവും പ്രയാസം 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന്. അപ്പോൾ ഹരണം ഇതുപോലെ എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എടുക്കാം. ഗുഡ് ബൈ.